ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം ആദ്യം വായിക്കാം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. വിജയകരമായ ക്രിസ്തീയ ജീവിതം, അതാണ് നമ്മുടെ ധ്യാന വിഷയം. എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലിവിങ്. പരാജയമറിയാത്ത യൂദയുടെ സിംഹമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നാലെ അനുഗമിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും ജയാളികരായിരിക്കണം. പരാജയപ്പെട്ട് നിരാശയോടെ കഴിയേണ്ടവരല്ല ദൈവമക്കൾ. നമുക്ക് ജയം തരുവാൻ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള ദൂതെല്ലാം തന്നെ അവസാനിക്കുന്നത് ഈ ജയത്തിൻ്റെ ശബ്ദവുമായിട്ടാണ്. 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. വെളിപ്പാട് 2:7. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. 11-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. വായിക്കാം 17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയും, ജയിക്കുന്നവന് ജീവകിരീടം ലഭിക്കും. ജയിക്കുന്നവന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജീവകിരീടം നൽകും. എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലിവിങ് നിങ്ങൾ കൊതിക്കണം. പരാജയപ്പെട്ട് കിടക്കാനല്ല, നിരാശയിലാണ്ടു പോകാനല്ല. കർത്താവായ യേശുക്രിസ്തു നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്. അവൻ ജയാളിയാണ്. പാട്ടുകാരൻ പാടുന്ന പോലെ, ജയാളി ഞാൻ ജയാളി, യേശുവിൻ്റെ നാമത്തിൽ ജയാളി എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് സന്തോഷത്തോടെ ജയവീരനായ യേശുവിൻ്റെ പിന്നാലെ അനുധാവനം ചെയ്യേണ്ടവരാണ് ദൈവമക്കൾ. നമുക്കതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം. ഏതെല്ലാം രംഗങ്ങളിലാണ് നാം വിജയം നേടേണ്ടത്? ഏതിലെല്ലാമാണ് നാം വിജയം കൈവരിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, റോമർക്ക് ലേഖനം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം. ജയം നേടേണ്ട രംഗങ്ങൾ ഏതിനെല്ലാമാണ് നാം ജയം നേടിയെടുക്കേണ്ടത്? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ദൈവത്തിന് സ്തോത്രം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയുടെ മേൽ ജയം, പാപത്തിൻ്റെ മേൽ ജയം, അശുദ്ധിയുടെ മേൽ ജയം. സകലവിധ പാപത്തിൻ്റെ മേലും ജയം നേടിയ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് ജയം ആവശ്യമില്ല, അവൻ ജയാളിയാണ്. കർത്താവായ യേശുക്രിസ്തു പാപം തീണ്ടാത്തവനാണ്. കർത്താവായ യേശുക്രിസ്തുവിന് പാപത്തിൻ്റെ അംശം പോലും ഇല്ലാത്ത ജയജീവിതത്തിൻ്റെ ഉടമയാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് എന്താണ് തരുന്നത്? കാൽവറിയിൽ നേടിത്തന്നത് എന്താണ്? പാപത്തിൻ്റെ മേലുള്ള ജയമാണ്, തിന്മയുടെ മേലുള്ളതായ ജയമാണ്. ദൈവമക്കൾ അത് കൊതിക്കണം. സാത്താൻ പല വിധത്തിലുള്ളതായ പരീക്ഷകളുമായിട്ട് വരും. അപ്പോൾ നാം പരാജയപ്പെട്ടു പോകേണ്ടവരല്ല. കർത്താവായ യേശുക്രിസ്തുവിനാൽ നാം ജയം നേടേണ്ടവരാണ്. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ പാപത്തിൻ്റെ മേൽ ജയം അനുഭവിക്കുന്നുണ്ടോ? ഞാൻ വാസ്തവത്തിൽ ഒരു ജയാളിയാണോ? ഞാൻ സ്വയത്തിനും സ്വന്തം ഇഷ്ടത്തിനും സ്വയ താല്പര്യത്തിനും തന്നിഷ്ടത്തിനും അടിമപ്പെട്ടു പോകുന്നുണ്ടോ? ജഡീക ഇച്ഛകളുടെ ബന്ധനത്തിന് കീഴിൽ ഞാൻ ബന്ധിക്കപ്പെട്ട് പരാജയപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട് കിടക്കുകയാണോ? അശുദ്ധമായ ചിന്തകളുടെ മേലും വികാരങ്ങളുടെ മേലും നിങ്ങൾക്ക് ജയമുണ്ടോ? ശാന്തമായി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ജയിക്കുന്നവനല്ലേ കിരീടം? ജയിക്കുന്നവനല്ലേ നിത്യ സ്വർഗത്തിൻ്റെ അവകാശം? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു ജയജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അശുദ്ധ വികാരങ്ങളുടെ മേൽ, മോഹങ്ങളുടെ മേൽ, ചിന്തകളുടെ മേൽ
നോട്ടത്തിൻ്റെ മേൽ, കോപത്തിൻ്റെ മേൽ ദൈവമക്കളെ എന്തുമാത്രം ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? ലോകസ്നേഹം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നില്ലേ? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ദൈവമക്കളെ, അനേക ദൈവമക്കൾ ഇന്ന് പരാജയപ്പെട്ട് കിടക്കുന്ന വേദനയോട് കാണുകയാണ്. സാത്താൻ്റെ ശോധനകളെല്ലാം വരുമ്പോൾ, പാപത്തിൻ്റെ ശോധനകൾ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ജയം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? തിന്മയുടെ മേൽ ജയം, പാപത്തിൻ്റെ മേൽ ജയം. നമ്മുടെ പ്രാഗൽഭ്യം അതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, ലോകത്തിൽ വലിയ സ്ഥാനമോ അംഗീകാരമോ വലിയ വിജയമോ ഒന്നും കൈവരിച്ചില്ലെങ്കിലും ശരി, പാപം തീണ്ടാത്ത ഒരാളത്വത്തിൻ്റെ ഉടമ, നിർമ്മലമായ ഒരു ഹൃദയം. ഹല്ലേലൂയ. ഈ വാർദ്ധക്യത്തിൽ മറ്റൊരു കൊതിയുമില്ല. നിഷ്കളങ്കമായ, പരമാർത്ഥമായ, കറ തീണ്ടാത്ത, നിർമ്മലമായ, ഹിമത്തേക്കാൾ വെണ്മയായ ഒരു ഹൃദയം തരാമോ കർത്താവേ? ദൈവത്തിന് സ്തോത്രം. ആരോടും കയ്പില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും വെറുത്താലും വിമർശിച്ചാലും സ്നേഹം മാത്രമുള്ളൊരു ഹൃദയം. എന്തു വലിയ പ്രാഗൽഭ്യമാണ് ദൈവമക്കളെ! അശുദ്ധിയുടെ കണിക തീണ്ടാത്ത വിശുദ്ധിയുടെ സൗരഭ്യം പേറുന്ന ഒരു ജീവിതം. അത് ഞാൻ എന്തോരം പറഞ്ഞാലും മതിയാവുകയില്ല. അതാണ് മക്കളുടെ ഓരോരുത്തരുടെയും പ്രാഗൽഭ്യം. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ തീർത്തു കയറി വന്നാലും, ആരെല്ലാം എന്തെല്ലാം വിമർശിച്ചാലും തിരിച്ചൊരു വാക്കില്ല ദൈവമക്കളെ. വാദപ്രതിവാദം കണിക പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. ആർക്കും ദൈവമക്കളെ വാദിച്ച് ജയിക്കാൻ ഞാൻ ഒരിക്കലും നോക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ജയമെടുക്കട്ടെ. തിന്മയുടെ മേൽ നന്മയാലുള്ളതായ വിജയം. രണ്ടാമത്തെ ഏതാണ്? 1 യോഹന്നാൻ 2-ാം അധ്യായം 13-14 വാക്യം വായിച്ച്. പിതാക്കന്മാരെ, ആദ്യം മുതൽ ഉള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് ദുഷ്ടനെ എഴുതുന്നു. ജയിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിനോ സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, പാപത്തിൻ്റെ മേൽ ജയം. രണ്ടാമത്, ദൈവമക്കൾ ജയിക്കേണ്ടത് ദുഷ്ടന്റെ മേലാണ്, പിശാചിന്റെ മേലാണ്, അശുദ്ധാത്മാവിൻ്റെ മേലാണ്, സാത്താന്റെ മേലാണ്. അവൻ സകല തന്ത്രങ്ങളുമായിട്ട് വരും. മോഹന സുന്ദര വാഗ്ദാനങ്ങളുമായിട്ട് വരും. അവൻ ചതിയിൽപ്പെടുത്തും. ആദാമിൻ്റെ അടുക്കിലേക്ക് സാത്താൻ ചെന്നില്ലേ? ആ ഫലം കാണിച്ചു. കാണാൻ നല്ല ഭംഗി, തിന്മാൻ നല്ല രുചി, മോഹിക്കാൻ കാക്ഷിക്കാൻ കൊള്ളാവുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പലപ്പോഴും സാത്താൻ നമ്മെ വീഴിക്കുവാൻ വേണ്ടി സമീപിക്കുന്നത് കറുത്തിരുണ്ട മുഖവും പേടിപ്പിക്കുന്ന കൊമ്പും ഒന്നുമായിട്ടല്ല. അവൻ വളരെ മനോഹരമായി മോഹനമായ വാഗ്ദാനങ്ങളുമായി നമ്മുടെ അടുക്കിലേക്ക് വരും. ദൈവമക്കളെ, നാം ജയിക്കണം. നമ്മുടെ കർത്താവ് അവൻ്റെ തലയെ ചതച്ചതാണ്. അവൻ്റെ തല ചതഞ്ഞതാണ്. അവൻ കിടന്ന് ഇളകിക്കോട്ടെ. സാത്താന് ശക്തിയുണ്ട്. പക്ഷെ എൻ്റെ ദൈവം, എൻ്റെ ചങ്കിനകത്ത് വസിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ തലയെ ചതച്ച സർവശക്തനായി ജയാളിയായിരിക്കുന്ന കർത്താവാണ്. പൂർണ്ണബോധ്യത്തോടെയാണ് ഇനി പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവൻ എൻ്റെ മേൽ എന്താണ് അധികാരം? അവൻ എൻ്റെ മേൽ എന്താണ് കർത്തൃത്വം? ദൈവത്തിന് സ്തോത്രം. ചങ്കിലെ ചോര ഊറ്റിക്കൊടുത്തതിന് വിലയ്ക്ക് വാങ്ങിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാത്രം വകയായിട്ട് ഞാൻ ജീവിക്കുകയാണ്. അവൻ്റെ കരത്തിൽ നിന്ന് എന്നെ തട്ടിപ്പറിച്ചുകൊണ്ടുവരാൻ ആർക്കും സാധ്യമാകുകയില്ല. കർത്താവ് തള്ളിക്കളയുകയില്ല. ഞാനൊട്ട് ഇറങ്ങിപ്പോകുകയുമില്ല. എന്തെല്ലാം തന്ത്രങ്ങളും സൂത്രങ്ങളും ബാധകളും പരീക്ഷകളുമായിട്ട് സാത്താൻ വന്നാലും വളരെ വ്യക്തമായി അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ പറയും, യു ഡെവിൾ ഔട്ട് യു ഗോ. എൻ്റെ ബലമല്ല, ഞാൻ ബലഹീനനാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവായ യേശുക്രിസ്തു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാക്കട്ടെ. ദുഷ്ടന്റെ മേൽ ജയം, പിശാചിന്റെ മേൽ ജയം, സാത്താന്റെ മേൽ ജയം, ദുരാത്മാവിൻ്റെ മേൽ ജയം, അന്ധകാര പൈശാചിക ദുരാത്മ സേനകളുടെ മേൽ ജയം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. 1, പാപത്തിൻ്റെ മേൽ ജയം. 2, ദുഷ്ട പിശാചിന്റെ മേൽ ജയം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തിന്റെ മേൽ ജയം, വേൾഡിനെസ്,
ഇന്ന് അനേക ദൈവമക്കൾ തോറ്റുകിടക്കുന്ന രംഗം അതാണ്. ഇന്ന് ലോകമാണ് ആത്മീയ ഗോളത്തെ നശിപ്പിക്കുന്നത്. നാം ജീവിക്കാൻ ഈ ലോകം വേണം, ലോകത്തിലെ വസ്തുവകൾ വേണം. പക്ഷെ ലോകം ഒരിക്കൽ നമ്മുടെ അകത്ത് കയറി നമ്മളെ നശിപ്പിക്കാൻ ഇടവരരുത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു കപ്പലോടുവാൻ വെള്ളം വേണം. വെള്ളത്തിൽ കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. ഈ ലോകം കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കപ്പലിനകത്ത് ആ വെള്ളം കയറിയാലോ അവസാനം കപ്പൽ മുങ്ങി നശിച്ചു പോകും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവാകുന്നു. ലോകവും അതിൻ്റെ മോദവും ഒഴിഞ്ഞു പോകും. ദൈവഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. നിങ്ങൾ വ്യക്തമായി ഓർത്തുകൊള്ളണം. ടു ലിവ് ഫോർ ക്രൈസ്റ്റ് ഈസ് ലിവ് എഗൻസ്റ്റ് വേൾഡ്. ഒരു ദൈവവൈതലിൻ്റെ ഓരോ കാലടികളും, എ ക്രിസ്ത്യൻസ് ഫുഡ് സ്റ്റെപ്പ് ഈസ് ഔട്ട് ഓഫ് സ്റ്റെപ്പ് വിത്ത് വേൾഡ്ലി സ്റ്റെപ്സ്. ഒഴുക്കിനെതിരായി ഒഴുകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ലോകം നമ്മളുടെ അകത്ത് കയറിക്കൂടരുത്. വ്യഭിചാരിണി എന്നാണ് യാക്കോബിനെ വിളിക്കുന്ന ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ദൈവമക്കളെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടി ഇന്ന് പലപ്പോഴും വ്യഭിചാരിണിയായി നാശത്തിൽ കടക്കാൻ കാരണം ലോകമെന്ന പിശാച് അവൻ്റെ അകത്ത് കയറിയിരിക്കുന്നതുകൊണ്ടാണ്. ഈ ലോകത്തിനകത്ത് വാസ്തവത്തിൽ ജഡമോഹമുണ്ട്, കൺമോഹമുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപമുണ്ട്. ദൈവമക്കളെ വളരെ സൂക്ഷിച്ചുകൊള്ളണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകത്താലുള്ള പാപത്താലുള്ള കളങ്കം തീണ്ടാത്ത ഒരു വിശുദ്ധ ദൈവത്തിലായി നിങ്ങൾ നിൽക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. നാലാമത്തെ കാര്യം എന്താണ്? മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സ്വയത്തിൻ്റെ മേൽ ജയം. ഹല്ലേലൂയ. വിക്ടറി ഓവർ സെൽഫ്. ഗലാത്യർക്ക് ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്ക് നിങ്ങൾക്കറിയാം. പൗലോസിനെ വളരെ വ്യക്തമായി സ്വന്തം അനുഭവത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എനിക്ക് തലപൊക്കി നടക്കുവാൻ, അഹങ്കാരത്തോടെ തൻ്റെ ഇടത്തോടെ നിവർന്നു നിൽക്കുവാൻ ഒത്തിരി വകയുണ്ടായിരുന്നു. എണ്ണി പറയുവാൻ തക്കവണ്ണം അനേക പ്ലസ് പോയിന്റ്സ് എൻ്റെ ജീവിതത്തിലുണ്ട്. ലോകത്തിൽ എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് സ്ഥാനമുണ്ട്, സഭയിൽ അംഗീകാരമുണ്ട്, റോമൻ പൗരത്വമുണ്ട്, നല്ല ഒരു നേതാവായി ചമയാനുള്ള കരുത്തെനിക്കുണ്ട്. പക്ഷെ അതിനെല്ലാം ചവറ് എന്നെണ്ണിക്കൊണ്ട് സ്വയത്തെ എൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാതു തുളച്ച് അടിമയായി ചൂടടയാളമുള്ള ദൈവത്തിനായി ജീവിക്കാൻ ആഗ്രഹിച്ചു. എല്ലാവരും അവനെ വിടക്കുക എന്നെണ്ണി. ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പക്ഷേ ആ സ്വയത്തെ കീഴടക്കി കർത്താവായ യേശുക്രിസ്തു ജയാളിയായി മുന്നോട്ട് പോയി. ഇന്ന് നിന്നെ ഭരിക്കുന്നത് സ്വയമാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ്, സെൽഫ് സെൻറ്റേർഡാണ് ക്രൈസ്റ്റ് സെൻറ്റേർഡാണ്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏറ്റവും വലിയൊരു സ്പിരിച്വൽ സയനൈഡാണ് സ്വയകേന്ദ്രീകൃത ജീവിതം എന്ന് പറയുന്നത്. സ്വയത്തിൻ്റെ മേൽ ജയമുണ്ടോ, എല്ലാത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ജയം നേടാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, അവിടെ പിന്നെ സ്വാർത്ഥതയില്ല, അവിടെ തന്നിഷ്ടമില്ല, അവിടെ പൊങ്ങച്ചമില്ല. ഹല്ലേലൂയ. അവിടെ അഹങ്കാരമില്ല. ദൈവത്തിന് സ്തോത്രം. തേജോമയനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു കാല് കഴുകി താഴ്മയുടെ പാഠം നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ ആ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന നമുക്കെന്ത് അഹങ്കാരം, നമുക്കെന്ത് സ്വയം? സ്വയത്തെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നന്ദിയോടെ സ്തോത്രം. ജയം ഏതെല്ലാം രംഗങ്ങളിലാണ്, ഏതെല്ലാം കാര്യങ്ങളിലാണ് ജയം? ഹല്ലേലൂയ. 1 തിന്മയുടെ മേൽ, 2 ദുഷ്ടപിശാചിൻ്റെ മേൽ, 3 ലോകത്തിൻ്റെ മേൽ, 4 സ്വയത്തിൻ്റെ മേൽ. ഇന്ന് മുതൽ ജയജീവിതം തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മുതൽ ജയാളികളായി മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. പരാജയപ്പെട്ട് കിടക്കേണ്ടവരല്ല ദൈവമക്കളെ. അപ്പം നിങ്ങൾക്ക് കൊതിയുണ്ട്, സാറേ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ ജയജീവിതം നയിക്കണമെന്ന്. പാപത്തിൻ്റെ അടിമത്തത്തിൽ വലഞ്ഞ് നിരാശപ്പെട്ട് തലപൊക്കാൻ നിവൃത്തിയില്ലാതെ ലജ്ജാഭാരത്തോടെ
തല താഴ്ത്തി നടക്കണമെന്നല്ല ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്കൊന്ന് ജയിച്ച് തല ഉയർത്തി നടക്കണ്ടേ? അതിന് പറ്റുന്നില്ല സാറേ. എന്താണ് മാർഗം? ഹല്ലേലൂയ. എങ്ങനെ ജയിക്കാം? നമ്മളുടെ കഴിവുകൊണ്ടല്ല ദൈവം, നമ്മുടെ ആരുടെയും മിടുക്കൊണ്ടല്ല, എൻ്റെ അറിവ് കൊണ്ടല്ല, എൻ്റെ വേദപുസ്തക പാണ്ഡിത്യം കൊണ്ടുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പിന്നിൽ ദൈവീക തൃത്വമുണ്ട്. അതിൻ്റെ പിന്നിൽ ദൈവിക തൃത്വമുണ്ട്. പിതാവാൻ ദൈവം, പുത്രനാൻ ദൈവം, പരിശുദ്ധാത്മാവൻ ദൈവം, ത്രിയേക ദൈവം. സദൃശവാക്യങ്ങൾ 21-31 വായിച്ച ആദ്യം. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. വചനം എത്ര വ്യക്തമായി നമുക്ക് ജയത്തിൻ്റെ വഴി പറഞ്ഞു തരുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 21-31. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര വ്യക്തമായിട്ടാണ് ശലോമോൻ പറയുന്നത്. വിക്ടറി കംസ് ഫ്രം ഗോഡ്. വിജയമോ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ പരാജയപ്പെടുമോ? ജയം നേടാൻ കർത്താവിൻ്റെ കരത്തിന് കരുത്തില്ലേ? ആ കർത്താവിൻ്റെ ജയം നേടിയതായ കരം പരാജയപ്പെട്ടോ? അത് തളർന്നു പോയോ? ചെങ്കടലാണോ തടസ്സം? ജയിച്ച് മുന്നോട്ട് പോകുവാൻ പ്രവർത്തിക്കുന്ന കരമില്ലേ? അത് മോശയുടെ കരമല്ല. ഓ, അതിൻ്റെ പിന്നിൽ നല്ലവനായ ദൈവത്തിൻ്റെ കരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഒന്ന്, പിതാവാൻ ദൈവം ജയം തരുന്നു. രണ്ടാമതേതാണ്? 1 കൊരിന്ത്യർ 15-57 വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒന്ന് പിതാവാൻ ദൈവം, 2 പുത്രനാം ദൈവം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ അറിയാതെ ആത്മാവിൽ ആരാധിച്ച് പാടി സ്തുതിച്ചു പോകും. ഹല്ലേലൂയ. ആരാ ജയം തന്ന? എൻ്റെ മിടുക്കാണ്, എൻ്റെ പ്രാർത്ഥനയുടെ ഗുണമാണ്, എൻ്റെ ജാഗരണത്തിൻ്റെ മേന്മയാണ്. കള്ളു കുടിച്ച് ലക്കില്ലാതെ ഛർദിച്ച് പട്ടി നക്കി റോഡ് സൈഡിൽ കിടന്നു. ഈ പാവം എന്നെയും കൊണ്ടേ പോകുള്ളെന്നാണ് പലരും ധരിച്ചത്. ഇപ്പോൾ ആത്മാവിൻ്റെ ലഹരിയിൽ അനേകരെ ജ്വലിപ്പിക്കുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു ജയാളിയായി ജീവിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ചില പാപങ്ങൾ എന്നെയും കൊണ്ട് പോകുകയുള്ളൂ എന്ന് ഞാൻ നിരാശയുടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജയത്തോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കർത്താവായ യേശുക്രിസ്തു നിന്നെ പിടിച്ച് വിക്ടറി സ്റ്റാൻഡിൽ നിർത്തും. ജയത്തിൻ്റെ കൊടി നിന്റെ മേൽ തരും. നിങ്ങൾ ആരും നിരാശപ്പെടണ്ട. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ പിശാചിട്ട് പാവ കളിപ്പിച്ചതല്ലേ പൗലോസ്ലീഹായെ? അവൻ ശൗലായിരുന്നപ്പോൾ സ്തേഫാനസിനെ കൊല്ലാൻ തുടങ്ങി. ദൈവമക്കളെ പിടിച്ചു കെട്ടി ജയിലിലാക്കാൻ അധികാരപത്രവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കൊല നിശ്വസിച്ചുകൊണ്ട് നടന്നു. പക്ഷേ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആ പൈശാചികൻ തോറ്റു. കർത്താവായ യേശുക്രിസ്തു ജയിച്ചു. പിന്നീട് പരാജയത്തിന്റെ ശബ്ദമല്ല, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യന് മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് ഹേങ്ങലടിച്ച് കരഞ്ഞ് നിരാശയുടെ വാക്കുകൾ കൊണ്ട് തലകുമ്പിട്ട് പോയതായ ആ ദൈവദാസൻ ആത്മാവിൽ ആരാധനയോടെ പാടിപ്പുകഴ്ത്തി ജയത്തിന്റെ ശബ്ദത്തിൽ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. 2 കൊരിന്ത്യർ 2:14 കൂടി വായിച്ച്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ക്രിസ്തുവേശുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. കള്ളുകുടിച്ച് നടന്നവൻ, അശുദ്ധിയിൽ പരാജയപ്പെട്ട് നടന്നവൻ, ആർക്കും വേണ്ടത്തവനായി നടന്നവൻ, തല്ലിപ്പൊളി എന്ന് പേര് കിട്ടിയവൻ, കേടി എന്ന് വിളിക്കപ്പെട്ടവൻ, കള്ളൻ എന്ന് വിളിക്കപ്പെട്ടവൻ, ഇപ്പോൾ ദൈവമക്കളെ വിശുദ്ധ ജീവിതത്തിൻ്റെ സൗരഭ്യം പേറിക്കൊണ്ട് നടക്കുന്നു. ആരാണ് കാരണം? കർത്താവായ യേശുക്രിസ്തുവിൽ ജയം. 1 പിതാവാൻ ദൈവം, 2 പുത്രനാൻ ദൈവം. വീണ്ടും വായിച്ച് റോമർ 8-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. വായിച്ചു. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. ആത്മാവിനാൽ ജയം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജയം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ജയത്തിന്റെ ആത്മാവാണ്.
ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമല്ലേ? പാപത്തിന് അടിമപ്പെട്ടു പോയ രംഗങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ജഡത്തിൻ്റെ അശുദ്ധ വികാരങ്ങളിൽ നിന്നും, കാമവിചാരങ്ങളിൽ നിന്നും, മദ്യപാന ആസക്തിയിൽ നിന്നും, ജഡസുഖങ്ങളിൽ നിന്നും, ഇമ്പങ്ങളിൽ നിന്നും, ബ്ലൂ ഫിലിമിൽ നിന്നും കരകയറി രക്ഷിക്കാൻ, സന്തോഷം അനുഭവിച്ച് നടക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? പക്ഷെ ഇപ്പോൾ അതൊന്നും നിങ്ങളെ കീഴടക്കുന്നില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും കേമമോ മറ്റെന്തിനെങ്കിലും ശക്തിയാണോ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. സ്വർഗീയ തൃത്വം. പിതാവിനാൽ ജയം, പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനാൽ ജയം, പരിശുദ്ധാത്മാവിനാൽ ജയം. അതെങ്ങനെയാണ് ഈ ജയം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്? വായിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു ശബ്ദം, മഹാശബ്ദം പറഞ്ഞു കേട്ടത്, സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. വായിച്ചോ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ദൈവമക്കളെ നിരന്തരം പരാജയപ്പെടുത്തുന്ന ശത്രുവിനെ കാൽവറിയിൽ തള്ളിയിട്ട് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ കാൽവറിയിൽ ജയം നേടി. ആ ജയത്തിന്റെ സ്ലീബ കാൽവറിയിൽ നാട്ടപ്പെട്ടു. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യം വചന മുഖാന്തരമായും സാത്താന്റെ മേൽ ജയം പ്രഖ്യാപിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ജയക്കൊടിയാണ് കാൽവറിയിൽ നാട്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പച്ചച്ചോര വാർന്നൊലിക്കുന്ന, ആ ജയത്തിന്റെ ശക്തി വാർന്നൊലിക്കുന്ന ദൈവത്തിന് സ്തോത്രം. കാൽവറിയിലെ തിരുവചനത്തിന്റെ ശക്തി, അറക്കപ്പെട്ട കുഞ്ഞാടിന് ചങ്കുപൊട്ടി ഒഴുകുന്ന ആ തങ്കച്ചോരയുടെ ശക്തി, ദൈവത്തിന് സ്തോത്രം. അത് ജയം തരുന്നതായ ശ്രീബായാണ്. നന്ദിയോടെ സ്തോത്രം. അത് കാൽവറിയിൽ നിന്നാൽ പോരാ. അത് ഏതെങ്കിലും ദൈവാലയത്തിന്റെ പരിശുദ്ധം അതുപോലെ നാട്ടിയാൽ പോരാ. അത് ഈ ചങ്കിനകത്ത് വരണം ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപാരം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിലം തൊടാതെ തുള്ളിച്ചാടി സ്തുതിച്ചു പോകും. കർത്താവായ യേശുക്രിസ്തു ഉപവാസത്തിനും മരുഭൂവാസത്തിനും ശേഷം വിശന്നു തളർന്നു. സാത്താൻ അവനെ വീഴിക്കാൻ വേണ്ടി 3 പരീക്ഷകളുമായിട്ട് കടന്നു ചെന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. വചനത്തിൻ്റെ മേൽ സാത്താൻ പരാജയപ്പെട്ടു. വചനത്താൽ കർത്താവായ യേശുക്രിസ്തു സാത്താനെ ഓടിച്ചു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. വചനം നാവിലുണ്ടായിരിക്കണം. രക്തം പുരണ്ട വചനം നാവിലുണ്ടായിരിക്കണം. ആ വചനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനം നിങ്ങൾക്ക് ശക്തി തരും. നിങ്ങളെ ജയികളാക്കും. നമ്മുടെ പക്ഷത്തിന് എന്ത് വരണം? ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് കൊതിയുണ്ടോ? ഇന്ന് ജയികളായിട്ട് ഇവിടുന്ന് എഴുതേക്കാവുള്ളൂ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. ദൈവമക്കൾ ഇപ്പോൾ അത് സ്വായത്തമാക്കണം. ജയിക്കണമോ? നമ്മുടെ പക്ഷത്തിന് എന്ത് വരണം? കുഞ്ഞാടിൻ്റെ രക്തം മുഖാന്തരമാണ്. വചനം അത് മുഖാന്തരമാണ്. സ്വർഗീയ തൃത്വം അതിന് മുഖാന്തരമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കൈനീട്ട് വാങ്ങിക്കേണ്ടത്? 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. എങ്ങനെ ജയിക്കുന്നു? ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. സകല ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവമക്കളെ സാത്താൻ കേൾക്കട്ടെ. അത് കാൽവറിൽ അവന്റെ തലയെ ചതച്ചില്ലേ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദൈവത്തിന് സ്തോത്രം. ജയത്തിന് ആവശ്യമായിരിക്കുന്ന സകല കാര്യങ്ങളും കാൽവറിയിൽ തികച്ച് ജയാളിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം തലചായ്ച്ചു. ആ ജയത്തിൻ്റെ സിലിബ നിങ്ങളുടെ കയ്യിലേക്കും തരികയാണ്. അത് വാങ്ങിക്കാനുള്ളതായ കരം വിശ്വാസത്തിൻ്റെ കരമാണ്. നന്ദിയോടെ സ്തോത്രം. അത് വിശ്വാസം മുഖാന്തരം കൃപയാൽ ദൈവം നോക്കി ജയം തരികയാണ്. കർത്താവായ യേശുക്രിസ്തു മാർത്തയോട് മറിയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. കാൽവരിച്ചോട്ടിൽ നമുക്ക് മുട്ടുമടക്കി വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് തുറക്കപ്പെട്ട തിരുവിലാവിൽ ഒഴുകുന്ന തങ്കച്ചോരയുടെ ഉറവെന്ന് കാണാം. അത് ജയത്തിൻ്റെ ഉറവിടമാണ്. ആ സ്ലീബായ ജയത്തിൻ്റെ സ്ലീബായാണ്. കർത്താവെ, ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്. ആ വിശുദ്ധ സ്ലീബ, ആ രക്തം പുരണ്ട സ്ലീബ, കർത്താവായി യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഇന്ന് കർത്താവായി രാജാവായി എഴുന്നള്ളി വരണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നീ രാജാവായി വാഴണമേ. എനിക്കൊരു കൊതിയുണ്ട് കർത്താവേ. ജയാളി, ഞാൻ ജയാളി, യേശുവിൻ്റെ നാമത്തിൽ ജയാളി എന്ന് പാട്ട് പാടിക്കൊണ്ട് വരണം.
ജയാളിയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് മണവറ പോകണം. അതിനെന്നെ സഹായിക്കണമേ. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃപയിൽ പൊതിയണമേ. മഹത്വം തിരുമേനി എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.